ഇന്നത്തെ സ്റ്റെഫാനിയൻ പോഡ്കാസ്റ്റിന്റെ അതിഥിയായി നമ്മോടൊപ്പം ആയിരിക്കുന്നത് പാലാ മുനിസിപ്പാലിറ്റി ചെയർമാൻ ആയിട്ടുള്ള ശ്രീ തോമസ് പീറ്റർ ആണ്. ശ്രീ തോമസ് പീറ്ററെ സെന്റ് സ്റ്റീഫൻസ് കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് ഓർമ്മകൾ പേറുന്ന കലാലയത്തിലേക്ക് വീണ്ടും ഒരു മടങ്ങിവരവ്, എന്താണ് ഇപ്പോൾ താങ്കൾക്ക് തോന്നുന്നത്? എനിക്ക് ഇവിടെ എത്തിയപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഞാൻ ഏതാണ്ട് 49 വർഷം മുമ്പ് പഠിച്ച ഒരു കലാലയമാണിത്. ഇന്നത്തെ ഈ നേട്ടം കൈവരിച്ചത് ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിലൂടെയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിനെ റിസീവ് ചെയ്യുക? അത് 100% ശരിയാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്. എനിക്ക് ഇവിടെ നിന്നും കിട്ടിയ ബാലപാഠങ്ങൾ, എന്റെ ബേസിക് ട്രെയിനിങ് ഇവിടെ നിന്നായിരുന്നു. അതാണ് എന്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പുതിയ പന്ഥാവിലേക്ക് എനിക്ക് കടക്കുന്നതിന് ഏറ്റവും അധികം എനിക്ക് പ്രയോജനമുണ്ടായതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നും മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു നല്ല പഴയകാല ഓർമ്മ ഞങ്ങളോടൊന്ന് പങ്കിടാം. തീർച്ചയായിട്ടും. മുൻപ് ഞങ്ങളെ കോളേജ് കെട്ടിടങ്ങളൊന്നും ഇത്രയൊന്നും വികസിപ്പിക്കാത്ത ഒരു കാലഘട്ടത്തില് ഞങ്ങളന്ന് ആൺകുട്ടികൾ എല്ലാവരും കൂടി ഓരോ സ്ഥലങ്ങളിൽ സമ്മേളിക്കുകയും അതിനുശേഷം ഞങ്ങൾ ഈ പരിസരത്തു നിന്നൊക്കെ ഉള്ള തെങ്ങിൽ നിന്നൊക്കെ കരിക്ക് ഇട്ട് കഴിക്കുന്നതും ഒക്കെയുള്ള സുന്ദര മുഹൂർത്തങ്ങൾ വളരെയേറെ ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത രീതിയിലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതാണ് എനിക്ക് പെട്ടെന്ന് എന്റെ ഓർമ്മയിലേക്ക് വന്നത്. സൗന്ദര്യ ആരാധകരുടെ മനം കവരുന്ന ഒരു ബോഡി ബിൽഡറായും അതിനുശേഷം ബിസിനസ് രംഗത്തും തുടർന്ന് രാഷ്ട്രീയപരമായ മേഖലകളിലും കഴിവ് പ്രകടിപ്പിക്കുവാൻ എങ്ങനെയാണ് വഴിയൊരുങ്ങിയത്? എനിക്ക് ശരിക്കും ഞാൻ കോളേജിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ജിംനേഷ്യത്തിൽ പോവുകയും അതുപോലെ തന്നെ അതിന്റെ ട്രെയിനിങ്ങുകളൊക്കെ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കോളേജിൽ വന്നപ്പോൾ അന്നത്തെ ഫിസിക്കൽ ഡയറക്ടറായിരുന്ന ശ്രീ കുര്യൻ ലൂക്കോ സാർ, അദ്ദേഹമാണ് എനിക്ക് കൂടുതൽ ഇതിന്റെ പ്രചോദനം തന്നത്. അദ്ദേഹം എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഇവിടെ ലിഫ്റ്റിംഗ് സെറ്റുകൾ അതുപോലെ തന്നെ ട്രെയിനിങ്ങിനുള്ള ഉപകരണങ്ങളൊക്കെ ഇവിടെ വാങ്ങുകയും അങ്ങനെ എനിക്ക് എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് ഇവിടെ ട്രെയിനിങ് നടത്തുവാൻ സാധിക്കുകയും അങ്ങനെ എനിക്ക് ഇവിടെ കോളേജ് സ്ത്രീ ആയിട്ട് വരുവാനും സാധിച്ചു. അതെനിക്ക് വലിയ ഒരു ഉത്തേജനമാണ് അന്ന് എനിക്ക് കോളേജിൽ നിന്ന് ലഭിച്ചത്. ഇന്നത്തെ ഞങ്ങളുടെ കുട്ടികൾക്ക് താങ്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം അതെന്തായിരിക്കും? ഇത് ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്നതിനെ കഴിഞ്ഞും വളരെയേറെ ഇന്ന് ഫെസിലിറ്റികൾ, ഇന്ന് സൗകര്യങ്ങൾ കുട്ടികൾക്കുണ്ട്. ഈ സൗകര്യങ്ങളെല്ലാം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മത്സര ലോകത്ത്, കാരണം ജീവിതം എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു മത്സരമാണ്, ഈ മത്സര ലോകത്ത് ഇതിനെയെല്ലാം ഫേസ് ചെയ്ത് വിജയിച്ച് മുന്നേറുക, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്ന് നമ്മുടെ കോളേജിൽ ഒരുക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ പൂർണ്ണമായും ഉപയോഗിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്ന ശ്രീ തോമസ് പീറ്ററിന് കോളേജിന്റെ പേരിലും എന്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും നന്ദി പറയുന്നു.